അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. എന്തിനാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ആലോചിക്കാം, എന്തിനാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഫേം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ബിസിനസ് നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ, ബിസിനസ് നടത്തി നമുക്ക് എത്ര ആണ് കിട്ടിയിട്ടുള്ളത്, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എത്ര ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഓൾ ബിസിനസ് നടത്തിയതിന് ശേഷം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? അത് നെറ്റ് പ്രോഫിറ്റ് ആയിക്കോട്ടെ നെറ്റ് ലോസ് ആയിക്കോട്ടെ, ബിസിനസ് നടത്തി കിട്ടിയ ആ ഒരു എമൗണ്ട് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സിമ്പിൾ ആണ്. പി ആൻഡ് അക്കൗണ്ടിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് വരുന്നത്. പി ആൻഡ് അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ബിസിനസ്സിന് എക്സ്പെൻസസ് ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ആൻഡ് ഇൻകം ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമുക്ക് എങ്ങനെയാണ് എൻ്റെ അകത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ് കൊടുത്തേക്കുന്നത്? സാലറീസ് ടു പാർട്ട്നേഴ്സ്, കമ്മീഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ റിസർവ് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇതെല്ലാം എന്താണ്? ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അത് സാലറി പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു, അതേപോലെ കമ്മീഷൻ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. ഇതെല്ലാം ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാണിച്ചേക്കുന്നത്? ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതെന്താണ് സംഭവം? നമ്മുടെ നോർമൽ പി ആൻഡ് എൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആയിക്കോട്ടെ നെറ്റ് ലോസ് ആയിക്കോട്ടെ, അത് നമ്മൾ ഇവിടോട്ട് അല്ലെങ്കിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതെന്തിനാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ആ പറയുന്ന പി ആൻഡ് എൽ അല്ലെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ശേഷം പാർട്ട്നേഴ്സിന് എത്ര ആണ് കിട്ടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ മുന്നേ നമുക്ക് ഫേം അല്ലെങ്കിൽ ബിസിനസ് നടത്തി നമുക്ക് കിട്ടിയതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് കിട്ടുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം കൊടുത്തതിന് ശേഷം എത്ര ആണ് പാർട്ട്നേഴ്സിന് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഓക്കെ. ആൻഡ് അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന വേറൊരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കാരണം എന്താണ്? ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ലിങ്കാണ്. അവർക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്, അവർ അങ്ങോട്ട് കൊടുക്കുന്നതല്ല. സോ ഇത്രയാണ് എന്ത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഐറ്റംസ്. ആൻഡ് എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എത്ര ആണോ അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റും. എത്ര ആണോ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ള ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കും. ആ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ പറയുന്ന പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കത്തില്ല. അത് പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പം അല്ലാതെ വരുന്ന കാൽക്കുലേഷനും സംഭവവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലും നമ്മളത് കാണിക്കും. പക്ഷെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മളത് കാണിക്കത്തില്ല. അപ്പം മറന്നുപോയത്, കൺഫ്യൂസ്ഡ് ആവരുത്. അതേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. താങ്ക് യു.